ഓഗസ്റ്റ് 14 അർദ്ധരാത്രി 15 നമ്മൾ സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടി. അന്ന് ഇന്ത്യയിലെ പരമോന്നതമായി ഉയർന്നു നിൽക്കുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള രാഷ്ട്രീയ നായകന്മാർ ഡൽഹിയിൽ അങ്ങ് സ്വാതന്ത്ര്യം ഏറ്റുവാങ്ങാൻ നിന്നപ്പോ നവഗാലി ജില്ലയിലായിരുന്നു ആ മനുഷ്യ സ്നേഹി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന പോർബന്തറിൽ ജനിച്ച, ഗുജറാത്തിന്റെ ചൂടുംചൂരും അറിയുന്ന, സബർമതിയെ രചനാപരമായി ഉപയോഗിച്ച മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആ നമുക്കറിയാം രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തെ മഹാത്മാവെന്ന് വിളിച്ചു. അദ്ദേഹം മഹാത്മാവായിരുന്നു. ആ മഹാത്മാഗാന്ധി നവഗാലി ജില്ലയിലായിരുന്നു. കാരണം ഗാന്ധിജി ഭയപ്പെട്ട ഒരു പ്രധാന കാര്യമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കുന്നതിൽ ഹിന്ദുവും മുസ്ലിമും വ്യത്യസ്ത ശരീരമാണെങ്കിലും ഒരൊറ്റ മനസ്സോടെ പൊരുതി ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രത്തെ മഹാത്മാഗാന്ധി ദീർഘദർശനം ചെയ്തു. മഹാത്മാഗാന്ധി മനസ്സിലാക്കി, ഇന്ത്യ സ്വതന്ത്രമായി ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ചാൽ പിന്നെ വരാനിരിക്കുന്നത് അധികാരത്തിന്റെ വടംവലിയായിരിക്കും. അവിടെ പലതും ഉദയം ചെയ്യും. അവിടെ അസൂയ ഉണ്ടാകും, അവിടെ വിദ്വേഷമുണ്ടാകും, അവിടെ പാരമ്പര്യവാദങ്ങൾ ഉണ്ടാകും, അവിടെ ഭൂരിപക്ഷ ന്യൂനപക്ഷ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഈ ഹിന്ദു മുസ്ലിമിന്റെ ഐക്യം തകർന്നു പോകും. അതുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പുള്ള ഹിന്ദുവും മുസ്ലിമും ഒറ്റക്കെട്ടാണെങ്കിൽ, അവർ ഒരുമയോടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, അവർ അച്ഛന്റെ അമ്മയുടെ മക്കളായിട്ടുണ്ടെങ്കിൽ, ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം, ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം, മാധവ സുരേന്ദ്ര നീയും ഞാനും ഒരച്ഛന്റെ അമ്മയുടെ മക്കൾ, ഒരേ സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങിയവർ, ഒരേ ചന്ദ്രന്റെ നിലാവലകൾ ആസ്വദിച്ചവർ, ഒരേ ഭൂമുഖത്ത് ജീവിച്ചവർ, അമ്മമാർ നൊന്ത് പ്രസവിച്ചവർ, അതിന്റെ വേദന അനുഭവിച്ചവർ, അതിന്റെ നൊമ്പരങ്ങൾ അനുഭവിച്ചവർ. മനുഷ്യരെ തമ്മിൽ ഭിന്നിക്കരുതേ, മതമേതായാലും മനുഷ്യരെ നിങ്ങൾ ഒരിക്കലും മനുഷ്യൻ മതത്തിന്റെ പേരിൽ തമ്മിൽ തെല്ലരുതേ, നിങ്ങൾ ഭിന്നിച്ചു പോകരുതേ. മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. മഹാത്മാഗാന്ധിയുടെ വാക്കാ ഞാൻ പറയും, എന്റെ വാക്കല്ല. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നിങ്ങൾ പരസ്പര സ്നേഹത്തിലും സൗഹൃദത്തിലും ജീവിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി അവതാളത്തിലാണ്. നിങ്ങൾ അറിയുക, നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ ബലിദാനമായി നൽകും എന്നും മരിക്കുന്നതിന് മുമ്പ് മഹാത്മാഗാന്ധി ഇന്ത്യയിലെ മുസ്ലിമീങ്ങളോട്, ഇന്ത്യയിലെ ഹൈന്ദവരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നവഗാലി ജില്ലയിൽ രൂപപ്പെട്ട ഹിന്ദു മുസ്ലിം വൈരത്തെ ഇല്ലായ്മ ചെയ്യാൻ ഓടി നടന്ന മഹാത്മാഗാന്ധിയെ കുറിച്ച് ഓർക്കാൻ ഭാരതീയരെ, മുസ്ലിങ്ങളെ, ഈ രാജ്യത്തിന്റെ ചൂടും ചൂരും അറിഞ്ഞവരെ, ഈ രാജ്യത്തിന്റെ പൗരസ്വാതന്ത്ര്യം ആസ്വദിച്ചവരെ, ഈ രാജ്യത്തിന്റെ ഗിവൻ ടേക്ക് പോളിസി സ്വീകരിച്ചവരെ, ഈ രാജ്യത്തിന്റെ പൈതൃകം അറിഞ്ഞവരെ, ഈ രാജ്യത്തിന്റെ ഒറ്റക്കെട്ടായ സഹിഷ്ണുത അറിഞ്ഞവരെ, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞവരെ, ബുദ്ധിശാലികളെ, ആരാ നമ്മളെ തമ്മിൽ തെളിയിച്ചത്? ആരാ നമ്മളെ പരസ്പരം അറിയാത്തവരാക്കിയത്? ആരാ നമ്മളെ പരസ്പരം പേടിക്കുന്നവരാക്കിയത്? ആരാ നമ്മളെ അസഹിഷ്ണുക്കളാക്കിയത്? കേട്ടോ നിങ്ങൾ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ദീനരോധനങ്ങൾ നിങ്ങൾ കേട്ടോ. കലാപങ്ങളുടെ ദീനരോധനങ്ങൾ, വിധവകളുടെ കരച്ചിലുകൾ, അനാഥ മക്കളുടെ നൊമ്പരങ്ങൾ നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നുണ്ടോ? എന്റെ കാതുകളിൽ എന്നുമുണ്ട് ആ അനാഥ മക്കളുടെ ദീനരോധനങ്ങൾ, ആ അനാഥ മക്കളുടെ ദീനരോധനങ്ങൾ. സഹോദരങ്ങളെ, അവിടെയാണ് ചില കാര്യങ്ങൾ ഗൗരവമായി ഞാൻ പറയുന്നത്. വേദം പഠിച്ചിട്ടുണ്ടോ? വേദം പഠിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായി ഞാൻ ചോദിക്കാൻ, ഗീതയിലെ 18 അധ്യായത്തിലൂടെ ഒരിക്കലെങ്കിലും മനസ്സ് വായിപ്പിച്ചിട്ടുണ്ടോ? ഋഗ്വേദം 10 മണ്ഡലങ്ങളാണ്. ബല, ഭാസ്കര, സുരേന്ദ്ര വായിച്ചിട്ടുണ്ടോ? ഹിന്ദുവായി ജീവിച്ചു, അയ്യപ്പ ഭക്തനായി ജീവിച്ചു, വ്യത്യസ്ത ക്ഷേത്രങ്ങളിലെ അംഗങ്ങളായി. ശരി, വേദഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സ്വാമി ദയാനന്ദ സരസ്വതിയും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാചകങ്ങൾ വായിച്ചിട്ടുണ്ടോ? സ്വാമി വിവേകാനന്ദൻ ചതുർവേദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, മനുഷ്യരെ, ദൈവപ്രോക്തമായ ഗ്രന്ഥം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ചതുർവേദത്തെയും സ്വാമി ദയാനന്ദ സരസ്വതിയും അത് ഉപനിഷത്തുക്കളെ കുറിച്ചും പറഞ്ഞു. അവർ ഇതിനൊക്കെ ഇതെന്താണ് ഈ സത്ത്? ഇതെന്താണ്? ഖുർആൻ എന്താണ്? അറിഞ്ഞുകൂടാ. അമുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് ഖുർആൻ പറഞ്ഞു. അത്രേ അത്ഭുതകരമാണ്. എവിടെയാ വാചകം? ഇല്ല സുഹൃത്തുക്കളെ. ഞാൻ വളരെ തുറന്നു പറയുന്നു, നിങ്ങൾ ഒരു വലിയ സമ്മേളനത്തിൽ, വലിയ സമ്മേളനം, ഞങ്ങൾ സ്വാമിജിമാരെ വിളിക്കാറുണ്ട്, നിങ്ങൾക്കറിയാം. അതുപോലെ പള്ളിയിലച്ചന്മാരെ വിളിക്കാറുണ്ട്, എല്ലാ പാർട്ടിക്കാരെയും വിളിക്കാറുണ്ട്. എന്തിനാ അത്? എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നു. എല്ലാവരും പറയണം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ ക്ഷണിച്ചതും. നമ്മൾ അറിയണം ചിലത്. നമ്മൾ അറിയാതെ പോയാൽ നാളെ ഇന്ന്
പിച്ച വെച്ച് നടക്കുന്ന നമ്മുടെ മക്കളില്ലേ? എന്റെ മകൾ സുമയ്യയും ബാബുവേട്ടന്റെ ഇവിടുന്ന് കല്യാണം കഴിച്ച ആളാണ്. എന്റെ അയൽവാസി ബാബുവേട്ടൻ ഈ പാറക്കടവിൽ നിന്ന് കല്യാണം കഴിച്ച ആളാണ്. ബാബുവേട്ടന്റെ മോൻ മുത്തുവും എന്റെ ചെറിയ മോളും കൈപിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നാളെ അവളുടെ കൈവെട്ടാൻ, അവന്റെ കൈവെട്ടാൻ എന്റെ മക്കൾ വന്നുകൂടാ, നിങ്ങളുടെ മക്കൾ വന്നുകൂടാ. അതിന് എന്താ വഴി? ഞാൻ മുസ്ലിം അല്ലാതെ ഹിന്ദു ആകണമെന്നാണോ? അല്ല. ഹിന്ദു മുസ്ലിം ആകണമെന്നാണോ? അല്ല. പിന്നെ എന്താ? നമ്മൾ മനുഷ്യരായാൽ മതി. നമ്മൾ മനുഷ്യരായാൽ മതി. അതിനെന്താ വേണ്ടത്? അതിനാണ് ഞാൻ പറയുന്നത് വേദം എന്താണെന്ന് പഠിക്കാൻ. എന്താണ് വേദങ്ങൾ? ആരാണ് പ്രവാചകന്മാർ? ആരാണ് ഋഷീശ്വരന്മാർ? ആരാണ് പ്രപഞ്ചനാഥൻ? ഏറ്റവും പ്രധാനമായി ഞാൻ ഈയിടെ ഒരു ട്രെയിനിലെ യാത്ര ചെയ്യാണ്. ആ ട്രെയിനിലെ യാത്രയിൽ ഒരാൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഒരുപാട് അനുഭവങ്ങളിൽ ഒരനുഭവം മാത്രമേ പറയും. എന്റെ താടി നിങ്ങൾക്കറിയാലോ, കുറച്ച് നീളമുള്ള താടിയാണ്, കുറച്ച് നീളമുള്ള താടിയാണ്. എന്റെ ഡ്രസ്സ് അതും നിങ്ങൾക്കറിയാം. എന്റെ മുണ്ട് ഒരിക്കലും നരിയാണിയുടെ താഴെ പോവില്ല. എന്തുകൊണ്ട് പോവില്ല? ഞാൻ വർഗീയവാദിയായിട്ടാ? അല്ല, അല്ല. എന്റെ പ്രവാചകൻ പറഞ്ഞു മുണ്ട് നരിയാണിയുടെ മേലെ പുരുഷന്മാരുടുക്കണം, സ്ത്രീകൾ താഴ്ത്തി ഉടുക്കണം എന്ന് പറഞ്ഞു. അതേ ഉള്ളതില്ലേ? അതൊരാൾക്കും എതിരല്ല. ഒരു ഡ്രസ് കോഡ് മതം നിശ്ചയിക്കുക. അപ്പോ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഇന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വിചാരിക്കുക. ഉദാഹരണമാണ് യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം എന്താ? ദൈവത്തിന് പ്രതിമയില്ല എന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് പ്രതിമയില്ല. അപ്പൊ ആ വാചകം വായിക്കുന്ന ഞാൻ എന്റെ ജീവിതത്തിൽ ആ വാചകം എനിക്കൊരു ഉണർവ് നൽകും. അത് തന്നെയാണ് ഇപ്പൊ വിശുദ്ധ ഖുർആൻ ഡ്രസ് കോഡ് നിശ്ചയിച്ചു. എന്ത് ഡ്രസ്സ് ധരിക്കണം? ആ ഡ്രസ്സ് ദൈവം പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ധരിക്കുന്നത്. അതൊരു മതത്തിനെതിരല്ല. ദൈവം പറഞ്ഞു, ആ ദൈവത്തിന്റെ ഭക്തനായ ആള് ആ ദൈവം പറഞ്ഞ പോലെ ജീവിക്കുന്നു. മീശ വെട്ടി ഒതുക്കാൻ പറഞ്ഞു, താടി നീട്ടാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്തിൽ യദസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യേണ സമുന്നിത മഹാമത് ഇതിക്യാത ശിഷ്യശാഖാ സമുന്നിതം. അങ്ങനെ ഇരിക്കുമ്പോ വിദേശീയനായ ഒരു ആചാര്യൻ ലിംഗഛേദശിഖാഹീന മുസ്ലിമീങ്ങളെ കുറിച്ച് പറയണം. അവൽ ചേലാകർമ്മം ചെയ്യും, താടി നീട്ടും. ഇത് പ്രവാചകന്റെ നടപടിയായിരുന്നു. എല്ലാ പ്രവാചകന്മാരും താടിയുള്ളവരായി. ഇപ്പൊ ഗുരു നിത്യചൈതന്യയതി നമ്മുടെ കേരളത്തിൽ ചട്ടമ്പി സ്വാമികൾ, നിങ്ങൾക്കറിയാം രവീന്ദ്രനാഥ ടാഗോർ, അവരുടെയൊക്കെ താടി എത്ര മനോഹരമാണ്, എത്ര സമൃദ്ധമാണ്. എന്താ അതിന്റെ പിന്നിൽ? തീവ്രവാദമല്ല, ഭീകരവാദമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ താടിയൊക്കെ ആയിട്ട് ഇരുന്നപ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരൻ, ഞാൻ അയാളോട് ചിരിച്ചിട്ടും അയാൾ എന്നോട് ചിരിച്ചില്ല. ഞാൻ അയാളെ കുറ്റം പറയില്ല. കാരണം അങ്ങനെയാ പഠിപ്പിക്കപ്പെട്ടത്. മീഡിയകൾ എങ്ങനെയാ ഉള്ളത്? തീവ്രവാദികളൊക്കെ താടിയുള്ളവരാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ധാരണ നമുക്കൊക്കെ ഉണ്ട്. അവിടെയാണ് തെറ്റുധാരണകൾ തിരുത്തിയാൽ നാളെ നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. നമുക്കൊരിക്കലും ഒരാളെ പറ്റി ഒരഭിപ്രായ ഭിന്നത ഉണ്ടാവില്ല. ഇപ്പൊ എന്റെ നാട്, ഞാൻ ജീവിക്കുന്ന എന്റെ നാട്ടിൽ എന്നെ കുറിച്ച് എന്റെ നാട്ടിൽ ഒരു മുസ്ലിമും ഞാനൊരു വർഗീയവാദി എന്ന് പറയില്ല. മറിച്ച് ആ നാട്ടിലെ എന്ത് പ്രശ്നത്തിലും ആദ്യത്തെ ആളായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെയാണ് നാട്ടിൽ ഇന്ന് വരെ. എന്ത് കാര്യമാവട്ടെ, ഏത് മനുഷ്യന്റെ വിഷയമാകട്ടെ, അത് നന്മയാണോ, ആ നന്മയിൽ ഏത് കാലത്തും മുന്നിൽ നിൽക്കുന്നു. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, എന്റെ താടി കണ്ടപ്പോ എന്തേ അദ്ദേഹം ചിരിക്കാതിരുന്നത്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കും. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞു, ചിരിക്കൂല എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഒരിക്കലും ചിരിക്കൂല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്കൊരു അറ്റാക്ക് വന്നാൽ നിങ്ങൾ എന്റെ മടിയിലേക്കായിരിക്കും വീഴുക. എനിക്കൊരു അറ്റാക്ക് വന്നാൽ ഞാൻ നിങ്ങളുടെ മടിയിലേക്കായിരിക്കും വീഴുക. മനുഷ്യരെന്ന നിലക്ക് 9 മണിക്കൂർ യാത്ര ചെയ്യേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കാൻ പാടില്ല. അപ്പൊ അയാൾക്ക് അത് വളരെ ഹൃദ്യമായി, അയാളത് സ്വീകരിച്ചു. അയാൾ എന്നോട് മാപ്പ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളൊരു ദൈവവിശ്വാസിയാണ്? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനൊരു ദൈവവിശ്വാസിയാണ്. ശക്തനായ ദൈവവിശ്വാസിയാണോ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞു, അതെ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനും ഒരു ദൈവവിശ്വാസിയാണ്. എന്റെ ദൈവവിശ്വാസം ഞാൻ നിങ്ങളോട് പറയാം, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവവിശ്വാസം എന്നോടും പറയണം. എന്റെ ദൈവവിശ്വാസം നിങ്ങളെയും, ഈ ട്രെയിനിൽ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെയും, ഈ ട്രെയിനിലെ മുഴുവൻ മനുഷ്യരെയും, എന്നെയും, ആകാശഭൂമികളെയും അതിലെ സർവചരാചരങ്ങളെയും 714 കോടി മനുഷ്യരെയും, ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്ത് വരെയുള്ള സകല ബ്രഹ്മാണ്ടത്തിലെ അചേതനങ്ങളും സചേതനങ്ങളുമായ സകല വസ്തുക്കളെയും സൃഷ്ടിച്ച് അതിനെ സംവിധാനിച്ച് അതിനെ സംഹരിക്കുന്നവൻ ആരാണോ അവനാണ് എന്റെ ദൈവം. ഇനി നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ പറ്റി പറഞ്ഞോളൂ.
സത്യസന്ധനും നിഷ്കളങ്കനുമായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഗുരുവായൂരപ്പന്റെ ഭക്തരായിരുന്നു. പിന്നെ ഞാൻ അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് എനിക്ക് ലീഡറെ വലിയ ഇഷ്ടമായിരുന്നു. കെ കരുണാകരൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം ഗുരുവായൂരപ്പന്റെ ഭക്തനായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്. ഗുരുവായൂരപ്പൻ ആകാശഭൂമികളുടെ സൃഷ്ടാവാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല എന്ന് പറഞ്ഞ് വളരെ ശാന്തമായി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആരാ നമ്മുടെ ദൈവം? ആരാ നമ്മുടെ യഥാർത്ഥത്തിൽ ലോകത്ത് ഏതെങ്കിലും ഒരു മതവിശ്വാസി എന്നിട്ട് പറയും 33 കോടി ദൈവമുണ്ട്? ഇല്ല. എല്ലാരും പറയണു ഏകം സത് ബഹുധാ വിപ്രാവദന്തി യോ ദേവാനാം നാമധാ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ദൈവം, ലോകത്തിന്റെ നാഥൻ, ഏകനായ നാഥൻ. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃ പാത്രപ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. മഹാനിർവഹണ സ്തോത്രത്തിലെ മനോഹരമായ വചനമാണ്. 5 തവണയാണ് ദൈവം ഏകന എന്ന് പറയും. ത്വമേകം ശരണ്യം ത്വമേകം, എന്റെ പ്രാർത്ഥനകളകിലവും ഏകനായ പ്രപഞ്ചനാഥ നിന്നോടാണ്. നീ ആരാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം, ഈ മഹാജഗത്തിന്റെ ജഗതീശ്വരനാണ് നീ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ലോകത്തിലെ സകല മനുഷ്യരുടെയും ദൈവം ഒന്നാണെന്ന് വന്നാൽ എന്താ കുഴപ്പം? ലോകത്തിലെ സകല സൃഷ്ടികളുടെയും സർവശക്തൻ കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര, തൃശൂർ. അതിന്റെ മേൽവിലാസമാണ്. ആ പുസ്തകത്തിലെ 21-ാം അധ്യായം 148-ാമത്തെ പേജ്, നിങ്ങൾ 3-ാമത്തെ പാരഗ്രാഫിൽ 1-2 വരികൾ. എന്താ അതിലുള്ളതെന്നറിയോ? കെ പരമേശ്വരൻ പിള്ള പറയാൻ, ഒരു ദേവിക്കും ദേവനും മനുഷ്യനെ സ്വന്തമായി സഹായിക്കാൻ കഴിയില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും ദേവിക്ക് സാക്ഷാൽ ഈശ്വരൻ കഴിവ് കൊടുക്കണം. ഞാൻ ചോദിക്കുന്നത്, ലോകത്തിന്റെ മുഴുവനും പ്ലാവും മാവും തെങ്ങും കവുങ്ങും ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം സൃഷ്ടിച്ച ലോകത്തിനൊരു സൃഷ്ടാവുണ്ടല്ലോ. ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യജാത പതിരേക ആസീത് സതാധാര പൃഥ്വിയും വ്യാമുദേവായ. വേദകരം ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ പറയാണ്, ആകാശഭൂമികളെയും അതിനിടയുള്ളതിനെയും സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ, സർവചരാചരങ്ങളും അവനെ ആശ്രയിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് മനുഷ്യരെ, ലോകം മുഴുവനും ഏതൊരു സൃഷ്ടാവിനെയാണോ ആരാധിക്കുന്നത് അവന്റെ മുമ്പിൽ നിങ്ങൾ അവിസർപ്പിക്കുക, അവനെ ആരാധിക്കുക. നിങ്ങൾ ആരെ ആരാധിക്കേണ്ടത്? നിങ്ങളുടെ സൃഷ്ടാവിനെ. വളരെ സിമ്പിൾ. എന്നെ സൃഷ്ടിച്ചതാരാ? മുഹമ്മദ് നബി അല്ല, മൊയ്തീൻ ഷെയ്ഖ് അല്ല, മമ്പറം തങ്ങളല്ല, ഉള്ളാളം തങ്ങളല്ല. എന്നെ സൃഷ്ടിച്ചത് ലോകത്തിന്റെ നാഥനാകുന്നു. ആരാ സൂര്യനെ സൃഷ്ടിച്ചത്? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചതാരാ? നിങ്ങൾക്കറിയാം, ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8-ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 8-ാമത്തെ പുത്രനാകുന്നതിന് മുമ്പ് 7 പുത്രന്മാരിവിടെ ജനിച്ചുവല്ലോ. ദേവകി ഇവിടെ ഉണ്ടായിരുന്നുവല്ലോ, അല്ലേ? കൈകൈ, കൗസല്യ, പുത്ര സുമിത്ര മൂവരും പായസാന്നം ഭുജിച്ച് ഗർഭം ധരിച്ച് 4 പേർക്ക് ജന്മം നൽകി. അപ്പൊ അവർ ഈ ഭൂമുഖത്തുണ്ടല്ലോ ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ്, യേശു ക്രിസ്തു കന്യാമറിയമിന്റെ പുത്രനായി ജനിക്കുന്നതിന് മുമ്പ് എന്റെ മാധവട്ട ആകാശവും ഭൂമിയുമില്ലേ, സൂര്യനും ചന്ദ്രനുമില്ലേ, നക്ഷത്രങ്ങളും ഗാലക്സികളുമില്ലേ, കാട്ടാറുകളില്ലേ, കാനനങ്ങളില്ലേ? ആര് സൃഷ്ടിച്ചു അതിനെ? ആരാ അതിനെ സൃഷ്ടിച്ചത്? അവനെയാണ് ലോകത്തെ വേദങ്ങൾ പരിചയപ്പെടുത്തിയത്. ലോകത്തിലെ വേദങ്ങൾ, യജുർവേദത്തിലെ 13-ാം പർവം, 5-ാമത്തെ പർവം, 13-ാമത്തെ ശ്ലോകം എടുത്തു പരിശോധിച്ചു നോക്ക് നിങ്ങൾ. 21 വരെയുള്ള ശ്ലോകം. ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത്? ഏകനായ ഈശ്വരൻ. അവനെയാണ് നിങ്ങൾ അവിസർപ്പിക്കേണ്ടത്, ആരാധിക്കേണ്ടതെന്ന് പറയും. യക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസത്തെ യശ്രോത്രേണ നശ്രുണോതി ശ്രോതമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസത്തെ. ഭക്തവത്സല, അവിടെ പറയുന്നറിയോ? ഒരു രൂപത്തെ, ബിംബത്തെ, ഒരു പ്രതിമയെ, ഒരു മഹാന്റെ പ്രതിമയെ അത് വെച്ച് ആരാധിക്കുന്നവരോട് കേനോമനിഷത്തിന്റെ പ്രഥമവല്ലിയിലെ 6-7 ശ്ലോകത്ത് പറയണത്, നീ കൈകൂപ്പി നിൽക്കുന്ന ഈ വിഗ്രഹം നിന്റെ ഈശ്വരനല്ല. ആ നിനക്ക് കാഴ്ച നൽകുകയും ഈ ലോകത്തെ സൃഷ്ടിക്കുകയും ചെയ്ത സാക്ഷാൽ ഈശ്വരൻ
പ്രപഞ്ചത്തിന്റെ നാഥൻ. ആരാ സൂര്യനെ ഉദിപ്പിക്കുന്നത്? ആരാ ചന്ദ്രന് നിലാവലകൾ നൽകുന്നത്? ആരാ ഈ ഭൂമി? ഒറ്റ വാചകം കൊണ്ട് ഞാനത് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. മാനവകുലം ഈ ഭൂമുഖത്ത് ഭൂജാതമാകുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ ആകാശവും ഭൂമിയുമുണ്ട്. ആകാശവും ഭൂമിയുമുണ്ട്. അതാര് സൃഷ്ടിച്ചു? അതാണ് വർഗീയതയില്ലാത്ത ലോകത്തിലെ വിശ്വാസം. എന്റെയും നിങ്ങളുടെയും ദൈവം ഒന്ന്. അവനാണ് നമുക്ക് വായു അവന്റെ വായുവാണ് നമ്മൾ എന്റെ മൂക്കിലൂടെ പുറത്തേക്ക് പോകുന്ന ഉച്ഛ്വാസവായു ഈ സ്റ്റേജിലിരിക്കുന്നവർ ശ്വാസവായുവായി സ്വീകരിക്കുന്നു. ആ സൂര്യൻ ഉള്ളത് കൊണ്ടാണ് ഫോട്ടോസിന്തസിസ്. സൂര്യൻ ഹിന്ദുക്കൾക്ക് വേണ്ടിയോ മുസ്ലിങ്ങൾക്ക് വേണ്ടിയോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയോ സൃഷ്ടിക്കപ്പെട്ടതാണോ? മനുഷ്യർക്ക് വേണ്ടിയാണ് സൂര്യനെങ്കിൽ, മനുഷ്യർക്ക് വേണ്ടിയാണ് ചന്ദ്രനെങ്കിൽ, മനുഷ്യർക്ക് വേണ്ടിയാണ് ആകാശഭൂമികളെങ്കിൽ, ആ മനുഷ്യർക്ക് വേണ്ടി മതവും സൃഷ്ടിച്ചിട്ടുണ്ട് പ്രപഞ്ചനാഥൻ. ആ മതത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്. അപ്പൊ നമുക്കറിയാം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു ജാതി മനുഷ്യജാതി, ഒരു മതം മനുഷ്യന് വേണ്ടി ദൈവം അവതരിപ്പിച്ച മതം. സൂര്യന്റെ ചന്ദ്രന്റെ മതം നിങ്ങൾ നോക്കൂ. സൂര്യനും ചന്ദ്രനും ആരാ? കീയൊതുങ്ങിയവരാണ്. പ്രപഞ്ചനാഥന് കീയൊതുങ്ങിയവരാണ്. സൂര്യൻ ഒരിക്കലും ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചിട്ടില്ല. ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കാത്തവർക്ക് അറബിയിൽ പറയുന്ന പേരാണ് മുസ്ലിങ്ങൾ. അതോ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്ന ഒരു മുസ്ലിം പേരോ? അത് മുസ്ലിം അല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് മദ്യപിക്കാൻ പാടില്ല, അത് മദ്യപിക്കാത്തവനാണ് മുസ്ലിം. മാധവൻ മദ്യപിക്കുന്നില്ലയോ? ആ കാര്യത്തിൽ മാധവൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ തൊപ്പിട്ട കാക്കയാണെന്നാ? അല്ല. മദ്യപിക്കരുത് എന്ന ദൈവകൽപ്പന സ്വീകരിക്കുന്നവൻ ആ വിഷയത്തിൽ ദൈവത്തെ അനുസരിച്ചു. അനുസരണം എന്നതിന്റെ അറബിയാണെന്ത്? മുസ്ലിം. ഇതൊരു മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഒരു നല്ല അനുസരണമുള്ളവനാണ്. അനുസരണക്കേട് കാണിക്കുന്ന ഒരുത്തനെ അവൻ ധിക്കാരിയാണ്. ധിക്കാരിക്ക് പറയുന്ന പേര് നിഷേധി എന്ന് പറയുന്നത് കഫറ എന്ന പദത്തിൽ നിന്നാണ്. വിത്ത് മറച്ചു വെക്കുന്ന കൃഷിക്കാരനെ കാഫർ എന്നാണ് അറബി പറയാ. എന്ന് പറഞ്ഞാൽ കാഫർ എന്ന് പറഞ്ഞാൽ തോന്നിയാസ പദമല്ല, അതൊരു ആശയത്തെ തോന്നിപ്പിക്കുന്നതാണ്. ആശയം എന്ന് പറഞ്ഞാൽ വിത്ത് മണ്ണിനടിയിലാക്കുന്നവൻ കാഫർ. മറച്ചു വെക്കുക, കഫറ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു. അപ്പൊ വിത്തിനെ മണ്ണിൽ മറച്ചു വെക്കുന്ന കൃഷിക്കാരൻ കാഫർ. സമ്പത്തിനെ മറച്ചു വെക്കുന്ന സമ്പന്നൻ അതിനെ മറച്ചു വെക്കുമ്പോൾ കാഫർ. നേരെ മറിച്ച് സാങ്കേതികമായി കഫറ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനകളെ നിഷേധിക്കുന്നവൻ. അതാരെയും പേരല്ല പ്രധാനം, പേരല്ല പ്രധാനം. ലോകത്ത് യേശുദാസ്, അതുപോലെ തന്നെ നമ്മള് ദാസേട്ടൻ, എല്ലാവർക്കും പറയാം ദേവദാസൻ, ദൈവത്തിന്റെ അടിമ എന്ന വിശാലാർത്ഥത്തിൽ നമ്മൾ അതിനെ കാണുക. ആ അർത്ഥത്തിൽ ഞങ്ങളുടെ മനുഷ്യവാസം ഈ ഭൂമുഖത്തുണ്ടാകുന്നതിന് മുമ്പ് ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഉണ്ടെങ്കിൽ അതിനെ ആര് സൃഷ്ടിച്ചു? ലോകത്തിലെ ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, ഏറ്റവും രസകരമായ ക്രൈസ്തവ ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ലോകത്ത് ഇപ്പൊ ഡിസംബർ 25 വരാൻ പോകുന്നു. ക്രൈസ്തവർ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ തെറ്റുപറ്റിയവരാണെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കില്ല. പക്ഷേ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാചകം എന്തറിയോ? യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ട അനുയായികൾ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു. യേശുക്രിസ്തുവിനെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു. അപ്പൊ യേശുക്രിസ്തു പറയാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് ജീവിതം പാഴാക്കണ്ട. സ്വർഗസ്ഥനായ പ്രപഞ്ചനാഥൻ അവന്റെ ഹിതം എന്നെ കർത്താവാക്കലല്ല, അവനെ കർത്താവായി ആരാധിക്കലാണ്. ഇത് എവിടെയാ പറയണെന്നാ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21. വിശാലമായി എനിക്ക് സമയമില്ല, അതിന്റെ താഴ്ഭാഗം വായിച്ചാൽ ഞെട്ടിപ്പോവും. ഇന്നത്തെ ക്രൈസ്തവർ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ രാമൻ എന്ന പദത്തിന്റെ അർത്ഥം ഈ സന്ദർഭത്തിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. മുഹമ്മദ് നബി ഒന്ന് പഠിച്ചു നോക്കൂ. രാമൻ എന്ന് പറഞ്ഞാൽ രമ്യത ഉണ്ടാക്കുന്നവനാണ്. രണ്ടാള് ശണ്ട കൂടിയാൽ അവർക്കിടയിൽ രമ്യത ഉണ്ടാക്കുന്നവനാണ് രാമൻ എന്ന പദത്തിന്റെ അർത്ഥം. അയോധ്യ എന്ന് പറഞ്ഞാലോ യുദ്ധമില്ലാത്ത ഭൂമി എന്നാണ്. അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത ഭൂമി. ഇന്ന് നമുക്ക് അയോധ്യയെ പറ്റി എങ്ങനെ പറയാൻ പറ്റുമോ? ആരതിനെ പാപപങ്കിലമാക്കി? അവനാണോ അതിന്റെ ഭക്തൻ? അല്ല. യുദ്ധമില്ലാത്ത ഭൂമിയെ യുദ്ധക്കളമാക്കിയവനാണോ രാജ്യസ്നേഹിയും ലോകസ്നേഹിയും ശ്രീരാമ ഭക്തനും എന്ന് ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ വർഗീയവാദിയാണ്. നിങ്ങൾ പറയരുത്. ഇപ്പൊ പ്രവാചകന്റെ ജന്മദിനം വരാൻ പോകുന്നു. നിങ്ങൾ ചിന്തിച്ചോളൂ. മുഹമ്മദ് നബി പറയാണ്, വഴിയിൽ ഒരു മുള്ളു പോലും നിങ്ങൾ ഇടാൻ പാടില്ല. വഴിയിൽ എന്ത് മാർഗ തടസ്സമുണ്ടോ അത് നീക്കുന്നവനാണ് മുസ്ലിം. അപ്പൊ റോഡ് ബ്ലോക്ക് ചെയ്ത് പ്രകടനം നടത്താൻ ഇസ്ലാം പാടില്ല.
നിങ്ങൾ ശ്രദ്ധിച്ചുവോ? സ്വാതന്ത്ര്യ ദിനം മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതിന്റെ മുമ്പേ മുജാഹിദ് എന്റെ പേര് മുജാഹിദ് എന്നാണ്. ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം ഇവിടെയുണ്ട്. ഇന്ന് വരെ റോട്ടിൽ 100 ആളെ നിർത്തിയ ഒരു പ്രകടനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? റോഡ് മനുഷ്യർക്ക് സഞ്ചരിക്കാനുള്ളതാണ്. അത് പ്രകടനം ചെയ്ത് ബ്ലോക്ക് ചെയ്യരുത് എന്ന് പ്രവാചകൻ പറഞ്ഞു. അത് അംഗീകരിക്കുന്നവനാണ് പ്രവാചകന്റെ അനുയായി. നിങ്ങൾ സമ്മതിച്ചോ? ശ്രീരാമൻ പറയാ തമ്മ് തല്ലല്ലേ. അപ്പൊ തമ്മ് തല്ലുന്നവനാണോ രാമഭക്തൻ? അല്ല. സ്വന്തം അനുജനെ അധികാരം മൂത്ത് നമ്മൾ അതിന്റെ വക്താക്കളാകരുത്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്ക നീ. അർജുന, ലക്ഷ്മണ, അധികാരം എന്ന് പറയുന്നത് അത് ഒരു മിന്നൽ പിണർ പോലെ നശിക്കും. ഒരു അറ്റാക്ക് വന്നാൽ കഴിഞ്ഞു. അതുകൊണ്ട് അധികാരത്തിന് വേണ്ടി കൊല്ലുക പിടിക്കുക എന്ന് പറയുന്നത് ചെയ്യല് എന്ന് പഠിപ്പിച്ചാൽ അതനുസരിക്കുന്നവനാണോ രാമന്റെ ആൾ, ശ്രീരാമന്റെ ആൾ എന്ന് ഞാൻ ചോദിച്ചാൽ സുഹൃത്തുക്കളെ, അതെങ്ങനെ വിരോധാഭാസമാകും? ഒരിക്കൽ പോലും മനുഷ്യരെ തമ്മിൽ തല്ലരുത്, കൊല്ലരുത് എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ അനുയായികളെ ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ടുപോയി ബോംബിട്ടു. ആര് പിഴച്ചു? മതം പിഴച്ചോ? നിങ്ങൾ നോക്കേ. ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും. ലോകമാണ് തറവാട്. അതായത് ലോകത്തെവിടെ ജീവിക്കുന്നവരും നമ്മുടെ സഹോദരൻ സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ചെന്നു. ലോക മതമാ സമ്മേളനത്തിന് ചെന്നു. സ്വാമി വിവേകാനന്ദൻ അവിടെ എഴുന്നേറ്റുന്നപ്പോ അമേരിക്കയിലെ സായിപ്പുമാരില്ലേ, കോട്ടും സൂട്ടൂട്ടെ, അവര് തലമുണ്ടനം ചെയ്ത 30-കാരനായ കാഷായ വസ്ത്രധാരിയായ സ്വാമി വിവേകാനന്ദനെ പരിഹസിച്ച് ചിരിച്ചു. സ്വാമി വിവേകാനന്ദൻ എഴുന്നേറ്റ് നിന്നിട്ട് ആ അരയാലില പോലെ അവരസ്പന്ദനം ചെയ്യുന്ന ജനങ്ങളെ നോക്കി അദ്ദേഹം എഴുന്നേറ്റ് ആദ്യം പറഞ്ഞ വാക്കെന്തറിയോ? മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ അമേരിക്ക. അമേരിക്കയിലെ എന്റെ സഹോദരീ സഹോദരന്മാരെ, അമേരിക്കയിലെ എന്റെ സഹോദരോ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അതിന് മുമ്പ് പ്രസംഗിച്ചോലൊക്കെ പറഞ്ഞ വാക്കതാ. അവിടെ സ്വാമി വിവേകാനന്ദൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ അമേരിക്ക. അമേരിക്കയിലെ എന്റെ സഹോദരീ സഹോദരന്മാരെ. അതിന്റെ കാരണം എന്താ? വസുദൈവ കുടുംബകം എന്നത് നെഞ്ചിലേറ്റിയിട്ടാണ് വിവേകാനന്ദൻ ഇവിടുന്ന് പോകുന്നത്. ആ വിവേകാനന്ദൻ തീവ്രവാദിയല്ല, ആ വിവേകാനന്ദൻ ഭീകരവാദിയല്ല. ആ വിവേകാനന്ദൻ അവിടെ വെച്ച് പറഞ്ഞ ചിക്കാഗോയിൽ ഒരുപാട് സ്വീകരണങ്ങൾ കിട്ടി. അമേരിക്കൻ ജനത സൈലന്റായി അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കേട്ടു. ഒരുപാട് ആളുകൾ വേദം പഠിക്കാൻ തുടങ്ങി. എന്താ കാരണം? വിവേകാനന്ദൻ വേദസാരങ്ങളെ അവർക്ക് പകർന്നു കൊടുക്കുക മാത്രമല്ല, ഒരു പ്രസംഗത്തിൽ ഉജ്ജ്വലമായി അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്ന രാജ്യം വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ്. ലോകമതങ്ങളും ലോകദർശനങ്ങളും വിവിധ വീക്ഷണങ്ങളും ഒന്നിച്ച് മേളിച്ച ഒരു രാജ്യം. ആ രാജ്യത്തു നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന് പറഞ്ഞ ഒരാളെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മഹാത്മാഗാന്ധിയുടെ കൂടെ തോളോട് തോള് ചേർന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ മൗലാന മുഹമ്മദ് അലി ജൗഹർ. ആ മൗലാന മുഹമ്മദ് അലി ജൗഹർ വാരിക്കൊടുത്ത വെച്ചുകൊടുത്ത ഭക്ഷണം കഴിച്ച മഹാത്മാഗാന്ധിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മ, അതുപോലെ തന്നെ മുഖ്താർ അഹമ്മദ് അൻസാരി, ഹക്കീം അജ്മൽ ഖാൻ, മൗലാന അബുൽ കലാം ആസാദ്, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, മൗലാന ഹസൻ അഹമ്മദ് മദനി, അവർക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദേശീയ നേതാക്കന്മാരാണ്. ഒരു കാര്യം ഞാൻ ഇവിടെ മനസ്സിലായി, ഈ മത സൗഹാർദ്ദം എന്ന പദം നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത് എന്നാണ് നിങ്ങളോട് പറയാൻ. തെറ്റുപറ്റിയിരിക്കുന്നു നമുക്ക്. എന്താ ഇയാളെ ഈ പറയണത്? മതസൗഹാർദ്ദത്തല്ല പറയേണ്ടത്, ആ പദം തെറ്റാണ്. മാനവിക സൗഹാർദ്ദം. എന്താ അങ്ങനെ പറയാൻ? ഞാൻ അത്ഭുതത്തോടുകൂടി മഹാത്മാഗാന്ധി പറയാണ്, മൗലാന മുഹമ്മദ് അലി ജൗഹറിനോട് ചോദിച്ചു, നിങ്ങൾ ഒന്നാമതായി മുസ്ലിമാണോ അല്ല ഏത് പാർട്ടി? മൗലാന മുഹമ്മദ് അലി ജൗഹർ പറയാണ്, ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും ഞാനൊരു മുസ്ലിമാണ്. അടുത്ത അദ്ദേഹത്തിന്റെ വാചകം എന്നറിയോ? ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും ഞാൻ ഇന്ത്യക്കാരനുമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും ഹിന്ദുവാണ്. അതോടൊപ്പം ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും നാലാമതായും ഞാൻ ഇന്ത്യക്കാരനാണ്. പറയാൻ പറ്റുമോ നമുക്ക്? മൗലാന മുഹമ്മദ് അലി മൗലാന അബുൽ കലാം ആസാദ് ഏകദൈവ ആരാധന മാത്രം ചെയ്ത മനുഷ്യനാണ്. മൗലാന അബുൽ കലാം ആസാദിന് ഗാന്ധിജിയുടെ കൂടെ തോളോ. അവിടെ എന്താ സംഭവിച്ചെന്നറിയോ? അതായത് അന്ന് ഗാന്ധിജി ഹിന്ദു മതം ആചരിക്കാത്തവർ ഭാരതീയരല്ല എന്ന് പറഞ്ഞിട്ടില്ല. മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇസ്ലാം അല്ലാത്തതൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞില്ല.
അവരുടെ മനസ്സിൽ അവരുടെ മതം എത്ര ഉജ്ജ്വലമാണോ അത്ര തന്നെ ഉജ്ജ്വലമാണ് മറ്റൊരുത്തന്റെ മതം അവന്റെ മനസ്സിൽ. അത് അംഗീകരിച്ചു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം, അത് അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം അവരന്ന് വകച്ചു കൊടുത്തു. ഇന്ന് ആ മനസ്സ് നമുക്ക് നഷ്ടമായിട്ടുണ്ടോ? ആലോചിക്കൂ, ചിന്തിക്കൂ, തിരുത്താൻ നമ്മൾ തയ്യാറാവും. എന്തുകൊണ്ടാ നാദാപുരവും ഈ പ്രദേശങ്ങളൊക്കെ ഏത് കാലത്തും അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് പോകില്ല കേട്ടോ, ഞാൻ ആ ഭാഗത്തേ പോകില്ല, അവിടെ ആ വീട് വെക്കൂല. എന്തേ അങ്ങനെ സുഹൃത്തുക്കളെ? ഇവിടെ ഉള്ളവരൊക്കെ മനുഷ്യരല്ലേ? എന്താ അങ്ങനെ സംഭവിച്ചു? ഏത് പ്രദേശം? കണ്ണൂർ ജില്ലയിലെ ഞാൻ എന്റെ മോളെ കെട്ടിക്കൂല നിന്നോട് പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. ഞങ്ങൾ ഈ സാമൂഹ്യ പ്രവർത്തനമായിട്ട് ചെല്ലും. എന്താ കാരണം? എന്നും കലാപമാണ്. എന്താ കാരണം? ഞാൻ അടിസ്ഥാനപരമായി എന്നോട് ആർക്കും ദേഷ്യം തോന്നണ്ട. ഒന്ന്, ഇവിടെ മുസ്ലിമീങ്ങളുടെ ജീവിതം പരിശോധിച്ചോ. ഞാൻ അവർക്കിടെ കിടന്ന് പ്രസംഗിക്കുക മാത്രമല്ല, മുസ്ലിങ്ങളെ കൈകൊണ്ട് നന്നായിട്ട് അടിയിട്ടിയാളായി. മുസ്ലിം സമൂഹത്തിലെ തിന്മയെ എതിർത്തിട്ട് ഞാൻ പറയുന്നത്, ഉച്ചനീചത്വങ്ങൾ നന്നായുണ്ട് നമ്മുടെ നാടുകളിൽ, സാമ്പത്തികമായ ക്രമക്കേടുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ, അസമത്വങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, മറ്റുള്ളവനെ അസൂയ ജനിപ്പിക്കുന്ന വിധത്തിൽ മാനവ സേവ മാധവ സേവ എന്ന് മറന്നു ജീവിക്കുന്നവരുണ്ട് മുസ്ലിമീങ്ങൾക്കിടയിലുണ്ട്. ഞാൻ എന്റെ സമുദായത്തെ കുറിച്ച് പറയുന്നത്, ഈ സമൂഹം ലോകത്ത് ഏറ്റവും മാതൃകയാകേണ്ട ഒരു സമുദായം. നമ്മളൊക്കെ ചിന്തിക്കും നമുക്ക് എവിടെയാണ് കുഴപ്പം, അത് നമുക്ക് തിരുത്തിക്കൂടെ? തെറ്റാര് പറഞ്ഞാലും നിങ്ങൾക്കറിയോ, മഹാഭാരത യുദ്ധം നടക്കുമ്പോ ദുര്യോധനൻ ഗാന്ധാരിയോട് ചോദിക്കാൻ, അമ്മേ നമ്മൾ ജയിക്കുവോ? യഥോ ധർമ്മസ്ഥതോ ജയ. അങ്ങനെ പറയാൻ ഒരു അമ്മയുണ്ടോ ഇന്ന് ഭാരതത്തിൽ? അങ്ങനെ ഒരു അമ്മ എന്താ പറഞ്ഞത്? യഥോ ധർമ്മസ്ഥതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. നമ്മുടെ ഹൈക്കോടതിയുടെ ആർച്ചിലുള്ള വാചകം എന്താ? സത്യമേവ ജയതേ, സത്യമേവ ജയതേ. സത്യമാണ് ജയിക്കേണ്ടത്. വഖുൽ ജാഅൽ ഹഖ് വസാകൽ ബാതിലു ഇന്നൽ ബാതില കാന സഊക. ഖുർആനിലെ 17 അധ്യായം 81, 82 വചനങ്ങളാണ്. സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു. അസത്യം പരാജയപ്പെടേണ്ടത് തന്നെ. കണ്ടോ, അസത്യമാണ് പരാജയപ്പെടേണ്ടത്. ഹിന്ദു അല്ല, മുസ്ലിം അല്ല, ക്രിസ്ത്യാനിയല്ല. അസത്യം ആരോടൊപ്പമുണ്ടോ അത് പരാജയപ്പെടണം. സത്യം ആരുടെ കൈകളിലുണ്ടോ അത് ജയിക്കണം. അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടായിട്ടുണ്ടോ? ഒരു മുസ്ലിം ചെയ്ത തെറ്റ് തെറ്റാണെന്ന് പറയാൻ പാർട്ടി നോക്കാതെ മതം നോക്കാതെ മുസ്ലിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസം ഉണ്ടായാൽ, മതം നോക്കാതെ പാർട്ടി നോക്കാതെ നേതൃസ്ഥാനം നോക്കാതെ ഒരു ഹൈന്ദവൻ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമോ? ഇന്ന് ദേശീയ തലത്തിൽ നമുക്ക് നല്ല ഐക്യം പോലും നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പൊതുസ്വത്ത് പോലും ഓരോ വിഭാഗത്തിൻ്റെതായി പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ വർഗീയവാദികളായി തീരുന്നുവോ? നമ്മൾ വിഭാഗീയത ഉള്ളവരായി തീരുന്നുവോ? സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ. സ്നേഹിക്ക ഉണ്ണി, നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. കുമാരനാശാന്റെ വരികളാണ്. നിന്നെ ഉപദ്രവിക്കുന്നവരെ പോലും നീ സ്നേഹിക്കുക. ഞാൻ ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ശ്രീരാമൻ എന്ന് തിരിച്ചു വന്നു എന്ന് സങ്കല്പിച്ചോളൂ. ന്യൂഡൽഹിയിലെ പാർലമെന്റിലേക്ക് ശ്രീരാമൻ എന്ന് കടന്നു വന്നു എന്ന് വിചാരിച്ചോളൂ. ശ്രീകൃഷ്ണനും കൂടെയുണ്ടെന്ന് വിചാരിച്ചോളൂ. ഞാൻ മനസ്സ് തട്ടി പറയാൻ, മുഹമ്മദ് നബിയും അവരോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞോളൂ, ഈസാ നബിയും അവരോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞോളൂ. ഞാൻ ഉറച്ചു പറയുന്നു, യേശു ക്രിസ്തു വന്നാൽ വത്തിക്കാനിലെ പോപ്പിനെ ആയിരിക്കും ആദ്യം പിടിക്കുക. ശ്രീരാമൻ വന്നാൽ രാമഭക്തി തുളുമ്പി നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നിയ പലരെയും ശ്രീരാമൻ കൈകാര്യം ചെയ്തേക്കാം. നിങ്ങൾ എന്റെ ഭക്തന്മാരല്ല, നിങ്ങൾ എന്റെ ശത്രുക്കളാണ് എന്ന് ശ്രീരാമൻ പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറയുന്നത് രാമായണം പലവരും വായിച്ചതുകൊണ്ടാണ്. വാൽമീകിയുടെ രാമൻ എന്ന ആ ഗഹനമായ ഗ്രന്ഥം 7 തവണ ജീവിതത്തിൽ വായിച്ചതുകൊണ്ട് ഞാൻ പറയുന്നു, ശ്രീരാമൻ ഇന്ന് ഇന്ത്യയിൽ തിരിച്ചു വന്നാൽ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, നമ്മളോട് ചിലതൊക്കെ പറയും. മുഹമ്മദ് നബി തിരിച്ചു വന്നാൽ ഈ ഉമ്മത്തിനോട്, ആയുധമേന്തുന്നവരോട്, വർഗീയ കലാപമുണ്ടാക്കുന്നവരോട്, 1 ലിറ്റർ ഒഴിക്കിയാൽ 2 ലിറ്റർ ഒഴിക്കണമെന്ന് പറയുന്നവരോട്, വെട്ടുകത്തിയും പിച്ചാത്തിയും കയ്യിലേന്തുന്നവരോട്, തീവ്രവാദം നെഞ്ചിലേറ്റിയവരോട് പ്രവാചകൻ പലതും സംസാരിക്കും. ഇനി വളരെ പ്രധാനമായ മറ്റൊന്നെന്താ? മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ഞാൻ ഗൗരവമായി പറയണം, വിശുദ്ധ ഖുർആൻ മതപരിവർത്തനം